ഹലോ ഫ്രണ്ട്സ്, വെള്ളുകാടൻ ഫാമിലിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം എന്നൊക്കെ എല്ലാവർക്കും നല്ലൊരു ദിവസമാണ്. അപ്പോൾ നമ്മൾ കുറേ മാസങ്ങളായി വിചാരിക്കുന്നുണ്ട് ഗുരുവായൂർക്ക് പോകണമെന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ സാധിച്ചില്ല നമുക്ക് കേട്ടോ. അപ്പോൾ ഇന്ന് എന്തായാലും നമ്മൾ ഗുരുവായൂർ പോകണം. ആദ്യം നമ്മളെ വീട്ടിൽ വിളക്കൊക്കെ വെച്ച് തൊഴുതു നമ്മൾ അവിടെ നിന്ന് വീട്ടിൽ നിന്ന് ഇറങ്ങണം കേട്ടോ. അപ്പോൾ അമ്മയുടെ കയ്യിൽ എന്താണ് സെഞ്ചിയെന്ന് വിചാരിക്കേണ്ട. നമ്മുടെ വീട്ടിൽ തെങ്ങുണ്ടായിട്ടേ തേങ്ങയും ഉണ്ടായിട്ടില്ല. അപ്പോൾ ആ തേങ്ങ നമ്മൾ ആദ്യം ഉണ്ടായ തേങ്ങ നമ്മൾ അവിടെ കൊണ്ടുപോയി കൊടുക്കാമെന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചായിരുന്നു കേട്ടോ. അപ്പോൾ അതാണ് കൈ പിടിച്ചിരിക്കുന്നത് കേട്ടോ. വീടിൻ്റെ അവിടെ നിന്ന് ബസ് സ്റ്റോപ്പിലേക്ക് ഒരു കുറച്ച് ദൂരം ഉണ്ട് കേട്ടോ. അപ്പോൾ ആദ്യം അമ്മേനും പിള്ളേരും കൊടുന്നാക്കി കേട്ടോ ബസ് സ്റ്റോപ്പിൽ. അതിന് ശേഷം എന്നെ കൊണ്ടുവരാൻ വേണ്ടി ഏട്ടൻ വന്നായിരുന്നു കേട്ടോ. കാശിക്കുട്ടൻ നേരത്തെ എഴുന്നേറ്റ് ഒരു 3 മണിക്കാകുമ്പോൾ നമ്മൾ എഴുന്നേറ്റായിരുന്നു. അപ്പോൾ കാശിക്കുട്ടന് ഉറക്കം വരികയാണ്, വയ്യ എന്നൊക്കെ പറഞ്ഞു. പിന്നെ കാശിക്കുട്ടന് ബസ്സിൽ കയറി കഴിഞ്ഞ് പിന്നെ പറയണ്ടല്ലോ, ഛർദ്ദിക്കാൻ വരിക അങ്ങനത്തെ ഒരു സംഭവം കൂടി ഉണ്ട്. അപ്പോൾ ആൾക്ക് നല്ല മടിയാണ് ബസ്സിൽ പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഏട്ടങ്ങനെ എടുത്ത് നിൽക്കുകയാണ് കേട്ടോ. ബസ്സിൽ കുറേ നേരമായി കാത്തിരിക്കുന്നു. അമ്മയ്ക്കും അത് ബസ്സിൽ പോകാനൊക്കെ ഭയങ്കര കാലുവേദനയൊക്കെ ഉള്ള കാരണം അമ്മയ്ക്കും പ്രശ്നമാണ്. അപ്പോൾ എന്തായാലും നമുക്ക് വണ്ടി പോകാനുള്ള വഴിയൊന്നുമില്ല എന്തായാലും. അപ്പോൾ നമ്മൾ ബസ്സിലാണ് പോണത്. അപ്പോൾ വെയിറ്റ് ചെയ്യാൻ കേട്ടോ. ബസ് വന്നിട്ടില്ല. ഒരു 10-15 മിനിറ്റായി നമ്മളവിടെ വന്നിരുന്നിട്ട്, പക്ഷെ ബസ് വന്നിട്ടില്ല. അപ്പോൾ ബസ്സിന് വേണ്ടി കാത്തിരിക്കാൻ കേട്ടോ. നമ്മളവിടെ പോയത് 2-3-4 ബസ്സൊക്കെ പോയി കേട്ടോ. അപ്പോൾ തൃശ്ശൂർക്ക് വേറെ ഏതൊക്കെ സ്ഥലത്തേക്കുള്ളതായിരുന്നു. പിന്നെ അടുത്തതാണെങ്കിപ്പോൾ നമുക്കുള്ള വരുന്ന ഗുരുവായൂർ ബസ്. അപ്പോൾ അതാ വരുന്നതാണ് കേട്ടോ ഗുരുവായൂർ ബസ്. അപ്പം നമ്മളങ്ങനെ വെയിറ്റ് ചെയ്ത് അവിടെ ഇരിക്കാൻ വേണ്ടി കുറച്ച് നേരമായി. അപ്പോൾ ബസ്സിൽ കയറാൻ വേണ്ടി നമ്മളങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ബസ്സിലൊക്കെ കയറി. അപ്പോൾ ഏട്ടനെ പുറകത്തെ സീറ്റ് കിട്ടി. എനിക്ക് സീറ്റേ കിട്ടിയിട്ടില്ല. ഏട്ടനെ പുറകത്തെ സീറ്റ് കുറച്ച് നേരം നിന്നപ്പോഴേക്കും അമ്മയ്ക്ക് സീറ്റ് കിട്ടി. അപ്പോൾ അച്ഛനും മക്കളും ഒരു സീറ്റിലിരുന്നു കേട്ടോ. അപ്പോൾ നമ്മളങ്ങനെ ബസ്സിൽ പോയി നമ്മൾ ഗുരുവായൂർ എത്തി. അവിടെ ഇറങ്ങി കേട്ടോ. ഇറങ്ങി നമ്മൾ നടക്കുകയാണ്. ഗുരുവായൂരിപ്പം ആലെന്നില്ല, ആ ഫ്രണ്ടിൽ കൂടെ നടന്നു പോവുകയാണ് കേട്ടോ. അപ്പോൾ ഇതിന് നമ്മൾ മഞ്ജുളാൽ എന്നാട്ടോ പറയുക. എല്ലാവർക്കും അറിയാം, ഞാൻ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ നമ്മളവിടെ നടന്നു പോയി അവിടെ എത്തി. നമ്മൾ തൊഴാൻ വേണ്ടിയിട്ട് അവിടെ നിൽക്കുന്നുണ്ട്. എന്ത് രസമാണെന്ന് അറിയിക്കാണ്. പക്ഷേ ഇതിപ്പോൾ അതൊക്കെ വെട്ടി കഴിഞ്ഞാൽ ആ ചന്തൊക്കെ പോയി. എന്നാലും ചന്തണ്ട്. ആ ഒരു ഗരുഡൻ്റെ ആ സംഭവമൊക്കെ ഭയങ്കര രസമാണല്ലോ കാണാൻ. അപ്പം നമ്മളവിടെ എത്തി, അവിടെ എത്തി നമ്മൾ തൊഴുകയാണ്. ഇവിടെ തൊഴുത് കഴിഞ്ഞ് നമ്മൾ നേരെ ചായക്കടയ്ക്ക് കയറി കേട്ടോ. അപ്പോൾ കടനും കാശിക്കൂടെ നല്ല വിശക്കുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ കടന് ദോശ വേണമെന്ന് പറഞ്ഞിട്ട് അവനത് മേടിച്ചു കൊടുത്തോ. പിന്നെ കാശിക്കൂട്ടന് പഴംപൊരി മതി, ഒരു പാലും വെള്ളം മതി എന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ 3 പേരും പഴംപൊരിയും ചായയും കുടിച്ചു വിട്ടു. നമ്മൾ വേറെ ഒന്നും മേടിച്ചൊന്നുമില്ല, കടൻ മാത്രമേ കഴിച്ചിട്ടുള്ളൂ. അപ്പോൾ എന്തായാലും വിശന്ന് 4-5 മണിക്കൂർ ക്യൂ നിൽക്കണമല്ലോ. ഞാൻ നടന്നാൽ കഴിക്കണമെന്ന് പറഞ്ഞിട്ടാണ് പഴംപൊരി കൈ പിടിച്ച് നടക്കുന്നത് നമ്മുടെ കാശിക്കുട്ടൻ. എനിക്ക് അവിടെ ഇരുന്ന് കഴിച്ചാൽ പോലെ എനിക്ക് നടന്ന് തന്നെ കഴിക്കണമെന്ന് പറഞ്ഞ് വാശി പിടിച്ച് കയ്യിൽ പിടിച്ചിട്ട് നടന്ന് കഴിക്കേണ്ട കാശി. ഞങ്ങൾ പറയണ വീഡിയോയിൽ കാണുന്നത് നീ പൊട്ടക്കുട്ടിയാണെന്നൊക്കെ പറയുന്നൊക്കെ പറഞ്ഞ് അത് കണ്ടോട്ടെ, കുഴപ്പമില്ല, ഇത് പഴംപൊരി അല്ലേ, വേറെ ഒന്നും അല്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് ഓരോന്ന് എന്നോടും വാശി പിടിക്കുന്നുണ്ട്. അങ്ങനെ അവിടുന്ന് ചായയൊക്കെ കുടിച്ച് അവിടെ നിന്ന് നടന്ന് ഫ്രണ്ടിലേക്ക് എത്താറായിട്ടോ. നമ്മൾ ചായ കുടിച്ച് കയറി ആരും ബാഡ് കമൻറ്റ് പറയാൻ നിൽക്കണം. നമ്മുടെ മക്കളെ കൊണ്ട് എത്ര നേരം നിൽക്കും നമ്മൾ. 4-5 മണിക്കൂർ എന്തായാലും ക്യൂ നിൽക്കണം. അത്രയും തിരക്കുണ്ട് കേട്ടോ. നമുക്ക് എപ്പോഴും പോണതല്ല, നമുക്കറിയാം അത്രയും മണിക്കൂർ നമ്മൾ നിൽക്കേണ്ടി വരുന്നു. അതായിട്ട് നമ്മൾ മക്കൾക്ക് ഫുഡൊക്കെ മേടിച്ച് കൊടുത്ത്, അപ്പോൾ അവർക്ക് മേടിച്ച് കൊടുക്കുന്നതിന് കൂട്ടത്തിൽ നമ്മളൊരു ചായയും കുടിച്ചു. അപ്പോൾ നമ്മളങ്ങനെ കിഴക്കേനടയിൽ എത്തിയിട്ടോ. കിഴക്കേനട നല്ല തിരക്ക് നല്ല തിരക്ക്. ക്യൂ ഒക്കെ എവിടെ നിൽക്കണമെന്ന് വെച്ചിട്ട് ഭയങ്കര തിരക്കുണ്ട്. അപ്പോൾ പിന്നെ ഞാൻ മുല്ലപ്പൂ വേണ്ടെന്നൊക്കെ പറഞ്ഞു. പക്ഷേ എൻ്റെ ഏട്ടനെ ഞാൻ എന്നും അത് മേടിപ്പിച്ച് ശീലമാക്കിയോണ്ട് ഏട്ടനത് മേടിച്ച് തരാണ്ട് ഏട്ടനെ സമാധാനമില്ല. അപ്പോൾ ഏട്ടൻ എനിക്ക് മുല്ലപ്പൂക്ക് മേടിച്ചു. അതിലൊരു മുല്ലപ്പൂവിൻ്റെ ഇടയിൽ റെഡ് കളറൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ മുല്ലപ്പൂക്ക് മേടിച്ചു. അപ്പോൾ അവിടെ നിന്ന് അവർ സ്ലൈഡൊക്കെ തന്നോട്ട്. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് മുല്ലപ്പൂക്ക് വെക്കുകയാണ് കേട്ടോ. ബാക്കി കാശൊക്കെ മേടിച്ച് ഏട്ടൻ്റെ കയ്യിൽ കൊടുത്തു. അപ്പോൾ നമ്മൾ വെച്ചിട്ടില്ല കേട്ടോ. നമ്മൾ ടോയ്ലറ്റ് പോകണം. അവിടെ പോയി കണ്ണാടിയൊക്കെ ഉണ്ടല്ലോ, അവിടെ പോയി വെക്കാൻ ഞാൻ കൈ പിടിച്ച് നടക്കുകയാണ് കേട്ടോ. അങ്ങനെ നേരെ നമ്മൾ അതിൻ്റെ ഫ്രണ്ടിലെത്തി. അവിടെ നിന്ന് നേരെ നമ്മൾ ടോയ്ലറ്റിലേക്ക് പോയി വന്ന് നമുക്ക് ഫോൺ വയ്ക്കണമല്ലോ. ഇനി എന്തായാലും ഫോൺ ഇവിടെ യൂസ് ചെയ്യാൻ പറ്റില്ല. നമുക്ക് വരിക്ക് കയറണ മുന്നേ തന്നെ നമ്മൾ ഫോൺ അവിടെ കൊടുത്തിട്ട് വേണം നമുക്ക് കയറാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഫോണ്, വാച്ച്, ബാഗൊക്കെ നമ്മൾ കൊടുത്തു. അപ്പോൾ ഇനി കുറച്ച് നേരത്തെ വിശേഷങ്ങൾ നമുക്ക് കാണാൻ പറ്റില്ല. അത് കഴിഞ്ഞ് നമ്മൾ നേരെ തൊഴുതിറങ്ങി കേട്ടോ. ഒരു 4-5 മണിക്കൂറത്തെ ക്യൂവിന് ശേഷം നമ്മൾ തൊഴുതിറങ്ങി. അങ്ങനെ നമ്മളവിടെ പോയി പായസമൊക്കെ മേടിച്ചു കേട്ടോ. പായസം 2 ബോട്ടിൽ പായസം മേടിച്ചു ചേട്ടൻ. അപ്പോൾ നമ്മൾ ഫുഡ് കഴിക്കാനുള്ള ഇവിടെ വന്നു കഴിഞ്ഞ് നമ്മൾ ഫുഡും കൂടി കഴിച്ചാൽ നമുക്ക് ഫുള്ളായിട്ട് നമ്മൾ എല്ലാം കൂടി പൂർത്തിയാവുള്ളൂ എന്ന് പറയുന്നത്. 4-5 മണിക്കൂറത്തെ ക്യൂവിന് ശേഷിട്ടാണ് നമ്മൾ തൊഴുതിറങ്ങിയത്. ഒരു 2 മണി 7 മണിക്കൊക്കെ നമ്മൾ 2 മണിക്കായിട്ട് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയിരിക്കുന്നത് കേട്ടോ. കുളത്തിൻ്റെ അടുത്താണ് കേട്ടോ നമുക്ക്. അപ്പോൾ കണ്ണനും കാശിക്കൂട്ടനും അമ്മയൊക്കെ കൂടി ഇരുന്ന് അവിടെ കുളം ഇരുന്ന് നിന്ന് കാണാണ് കേട്ടോ. നിറയെ മീനുണ്ട് കേട്ടോ. അപ്പോൾ കണ്ണൻ കാശിക്കൂട്ടനൊക്കെ അതൊക്കെ നോക്കി നിൽക്കുകയാണ്. അപ്പോൾ
ഫുഡ് കഴിക്കാനായാലും നമ്മളൊരു 2 മണിക്കൂറോളം നമ്മൾ ക്യൂ നിന്നിട്ടുണ്ട് കേട്ടോ. അത് പിന്നെ ഇവിടുത്തെ ഏറ്റവും വലിയ സംഭവം എന്ന് പറഞ്ഞാൽ നമുക്ക് ക്യൂ നിന്നാലും വെള്ളം ഒന്നും കൊടുന്നു തരും നമുക്ക്. അതാണ് ഏറ്റവും വലിയൊരു സംഭവം. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് ഫുഡൊക്കെ കഴിച്ച് ഫുഡ് കഴിക്കുന്ന വീഡിയോ നമുക്ക് എടുക്കാൻ പാടില്ല. ഫുഡ് കഴിച്ച് നമ്മൾ അവിടെ നേരെ ഇറങ്ങി പിന്നെ അവിടെ നിന്ന് പോവുകയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ കൃഷ്ണൻ്റെ ഫോട്ടോ ഒക്കെ കണ്ടപ്പോഴേ ഞാൻ വീഡിയോ എടുത്തതാണ്. കൃഷ്ണന് ആനയുടെ നെറ്റിപ്പെട്ട ഒരുപാട് വിഗ്രഹങ്ങളും ഫോട്ടോസും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. എന്ത് രസമെന്ന് അറിയിക്കണം. കയ്യിൽ പൈസ മാത്രം ഉണ്ടായാൽ മതി കേട്ടോ. അങ്ങനെ നമ്മളവിടെ നിന്ന് ഇറങ്ങി നടക്കണം കേട്ടോ. പുറത്തേക്ക് ഇറങ്ങാൻ വേണ്ടി നിൽക്കുകയാണ് കേട്ടോ. ഇപ്പോൾ കണ്ണനും കാശിക്കുട്ടനും ജെല്ലി മിഠായി വേണം എന്നൊക്കെ പറയാണ്ട് കാശിക്കുട്ടൻ അതിന് വേണ്ടി കുറേ നേരം നമ്മുടെ അടുത്ത് വാശി പിടിച്ചിട്ട് മിഠായി വേണമെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അതൊക്കെ അതിൻ്റെ ഇടയിൽ നമ്മൾ പപ്പടമൊക്കെ മേടിക്കാൻ പോയിട്ട് പപ്പടം മേടിച്ചു. ഇവിടെ വന്നു കഴിഞ്ഞാൽ അതിൻ്റെ ഹൈലൈറ്റ് അതാണ് പപ്പടം. കുരുമുളകിട്ടത്, മുളകിട്ടത്, പപ്പടമൊക്കെ ഞങ്ങൾ മേടിച്ചായിരുന്നു. കാശിക്കുട്ടന് അമ്മയ്ക്കൊക്കെ നിന്നിട്ട് തീരെ വയ്യട്ടോ. അതൊക്കെ അമ്മ ഇടുപ്പത്ത് കൈയൊക്കെ വെച്ചെടുത്ത് നടക്കുന്ന വെറുതെ അല്ല. 4-5 മണിക്കൂറത്തെ ക്യൂ, ഫുഡ് കഴിക്കാനുള്ള ക്യൂ ഒക്കെ നിന്നിട്ട് അമ്മയ്ക്ക് നല്ല കാലുവേദന കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മൾ തൊഴുതൊക്കെ കഴിഞ്ഞ് നമ്മളെല്ലാം കഴിഞ്ഞ് അവിടെ നിന്ന് പുറത്തേക്ക് ഇറങ്ങി. ഇതൊക്കെ കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങുമ്പോഴേക്കും നല്ല മഴക്കാരുടെ ചില്ലറ മഴക്കാരൻ നല്ല മഴ. ഇപ്പം മഴ പെയ്യുമോ എന്ന് പറഞ്ഞ് നിൽക്കുന്നുണ്ട്. പിന്നെ ഏറ്റവും വലിയൊരു സംഭവം, എവിടെ പോയാലും നമ്മുടെ സബ്സ്ക്രൈബേഴ്സിനെ കാണും കേട്ടോ. ഒരുപാട് സ്നേഹത്തോടെ വന്ന് എല്ലാവരും നമ്മളോട് സംസാരിച്ചു. എന്താ പറയുക, അത് കേൾക്കുമ്പോൾ തന്നെ പറയുമ്പോൾ തന്നെ നമുക്ക് ഒരുപാട് സന്തോഷം കേട്ടോ. ഇവിടെ വന്നാലും ഉണ്ടാവും, അതുപോലെ ഇവിടെ വന്നപ്പോഴും ഉണ്ടായി കേട്ടോ. ചേച്ചിമാരും ചേട്ടന്മാരും ക്യൂ നിൽക്കുമ്പോഴായാലും ഫുഡ് കഴിക്കുമ്പോഴായാലും ഒരുപാട് പേരെ നമ്മൾ കണ്ടു. ഒരുപാട് പേര് സംസാരിച്ചു. വീഡിയോ നിർത്തരുത്, വീഡിയോ ചെയ്യണം എന്നൊക്കെ പറഞ്ഞു. അത് നമ്മൾ ബസ്സിൽ കയറിയിട്ട് അവിടെ നിന്ന് എല്ലാം കഴിഞ്ഞ് നമ്മൾ ബസ്സിൽ കയറി. നല്ല ഉറക്കത്തെ ചേട്ടാ എപ്പോഴാണ് വീഡിയോ എടുത്തതെന്ന് പോലും എനിക്കറിയില്ല കേട്ടോ. നല്ല ഉറക്കമാണ്. ഉറക്കം വന്നിട്ടാണെന്ന് വെച്ചാൽ അങ്ങേ അറ്റത്തുള്ള ഉറക്കത്തിൽ ആ നേരത്തെ എഴുന്നേറ്റല്ലോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് നമ്മൾ അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ നമ്മളെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ടാറ്റ ബൈ ബൈ, സീ യു.